നമസ്കാരം. ഒരു നഗരത്തിലെ ഭിക്ഷക്കാരുടെ രാജാവായിരുന്ന ഒരു വൃദ്ധൻ തൻ്റെ മക്കൾക്കായി തെരുവുകൾ ഭാഗം വെച്ച ഒരു കഥയുണ്ട്. ഒരു ദിവസം അദ്ദേഹം മക്കളെ 3 പേരെയും വിളിച്ചു. എൻ്റെ കാലം കഴിയാറായി. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത നമ്മുടെ ബിസിനസ് സാമ്രാജ്യം ഇനി നിങ്ങൾക്കുള്ളതാണ്. വഴക്കൊന്നും ഉണ്ടാക്കാതെ ഞാനിതങ്ങ് ഭാഗിച്ചു തരും. ആദ്യം മൂത്ത മകൾക്കുള്ള ഭാഗം. കിഴക്കേക്കോട്ട മുതൽ തമ്പാനൂർ വരെയുള്ള ഭാഗം നിനക്കുള്ളതാണ്. ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന പ്രൈം ലൊക്കേഷനാണിത്. ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്താൽ നിനക്ക് ലക്ഷപ്രഭുവാകാം. അത് കേട്ട് മൂത്ത മകൾ സന്തോഷത്തോടെ ആ പ്രദേശം ഏറ്റെടുത്തു. രണ്ടാമത്തെ മകനെ വിളിച്ചു വരുത്തി വൃദ്ധൻ പറഞ്ഞു, തമ്പാനൂർ കഴിഞ്ഞുള്ള, അതായത് ആയുർവേദ കോളേജ് ജംഗ്ഷൻ വഴി പാളയം വരെയുള്ള റോഡും പരിസരവും നിനക്കുള്ളതാണ്. അവിടെ നിരവധി ഓഫീസുകളും സെക്രട്ടേറിയറ്റുമൊക്കെ ഉണ്ട്. പഠിച്ച കള്ളന്മാരും വലിയ ഉദ്യോഗസ്ഥരും പോകുന്ന വഴിയാണ്. ഇത്തിരി കഷ്ടപ്പെട്ടാൽ നല്ല കാശ് സമ്പാദിക്കാം. ആ മകനും അത് സമ്മതിച്ചു. അവസാനം ഇളയ മകനെ വിളിച്ചു പറഞ്ഞു, പാളയം മുതൽ PMG വരെയുള്ള ഭാഗം നിനക്കുള്ളതാണ്. അവിടെ കോളേജുകളും യൂണിവേഴ്സിറ്റികളുമുണ്ട്. പോക്കറ്റ് മണി വാങ്ങാൻ നടക്കുന്ന പിള്ളേരാണ് കൂടുതലും. എങ്കിലും വൈകുന്നേരങ്ങളിൽ വിനോദസഞ്ചാരികൾ വരും. അതുകൊണ്ട് നീ അവിടം കൈവശം വെച്ച് അനുഭവിച്ചു കൊള്ളുക. ഭാഗം വെച്ച് കഴിഞ്ഞപ്പോൾ മക്കൾ അവരവരുടെ തെരുവുകളിലേക്ക് തിരിച്ചുപോയി. ഇതെല്ലാം കണ്ടു നിന്ന ഒരാൾ അത്ഭുതത്തോടെ ആ ഭിക്ഷക്കാരനോട് ചോദിച്ചു, സ്വന്തമായി 1 ഇഞ്ച് ഭൂമി പോലുമില്ലാത്ത നിങ്ങളാണോ ഈ പൊതുനിരത്തുകൾ മക്കൾക്ക് എഴുതി കൊടുത്തത്? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, ഭൂമി ആരുടേതാണ് എന്ന കാര്യത്തിൽ എന്ത് കാര്യമിരിക്കുന്നു? അവിടെ നിന്ന് ആർക്കാണ് പ്രയോജനം കിട്ടുന്നത് എന്നതാണ് പ്രധാനം. ഈ തെരുവുകളിലെ തെണ്ടിപ്പിരിവ് അവകാശം വർഷങ്ങളായി എൻ്റെ കുത്തകയാണ്. ആധാരമില്ലെങ്കിലും എൻ്റെ മക്കൾക്ക് അതൊരു വലിയ സാമ്രാജ്യം തന്നെയാണ്. ഈ വൃദ്ധനെ പോലെയാണ് മിടുക്കന്മാർ മക്കളെ വലിയ നിലകളിലെത്തിച്ച് ജീവിതാവസാനം മോക്ഷം ഭരിക്കുന്നത്. 10 വർഷക്കാലം ഒരാൾ ഈ നാട് കൈവശം വെച്ച് അനുഭവിച്ചതോടെ മക്കൾക്കുള്ളതെല്ലാം ചൂണ്ടിക്കാണിച്ച് പലതരത്തിൽ ഭാഗം ചെയ്തു കൊടുത്തു. റോഡെല്ലാം AI ക്യാമറ വെക്കാനുള്ള അവകാശം നിൻ്റെ അമ്മായിയപ്പന് ഞാൻ തീരെഴുതി കൊടുത്തിരിക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നീ കോടികൾ ഉണ്ടാക്കി ജീവിച്ചു കൊള്ളുക. കരിമണൽ കർത്താവിൻ്റെ കയ്യിൽ നിന്നും മേലനങ്ങാതെ മാസപ്പടി വാങ്ങി ജീവിക്കാനുള്ള അവകാശം ഞാൻ എൻ്റെ മകൾക്ക് ഇഷ്ടവാത്സല്യം പ്രതിഫലമായി തന്നുകൊള്ളുന്നു. നീ ആ കരിമണൽ കർത്താവിൻ്റെ കമ്പനിക്ക് സോഫ്റ്റ്വെയറുകൾ നൽകിയതായി ഭാവിച്ച് ഇഷ്ടമുള്ള കമ്പനികൾ കള്ളപ്പേരിൽ തുടങ്ങി യഥാവിധി ജീവിച്ചു കൊള്ളുക. ഇവിടെ ഭിക്ഷക്കാരനായ തെരുവ് വൃദ്ധൻ്റെ ഭാഗം വയ്പ്പാണോ കപട രാഷ്ട്രീയക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഭാഗം വയ്പ്പാണോ ജനങ്ങളെ ബാധിക്കുന്നത്? ഒന്ന് ഭിക്ഷയാണെങ്കിൽ മറ്റേത് അധികാരത്തിൻ്റെ പേരിലുള്ള പിടിച്ചുപറിയാണ്. ഓണക്കാലമാകുമ്പോൾ ചില തുണിക്കച്ചവടക്കാരുടെ പരസ്യം കേൾക്കാറുണ്ട്. ഓണക്കോടിയും 1 കോടിയും. 1 കോടിയും 2 കോടിയും ഒന്നുമല്ല, വീണ മകൾക്ക് കഴിഞ്ഞ 10 വർഷത്തെ അച്ഛൻ്റെ ഭരണകാലത്ത് കോടികളായി കിട്ടിയിട്ടുള്ളത്. പാവം പിടിച്ച മനുഷ്യരുടെ ഹൃദയ താളമായിരുന്നല്ലോ പിണറായി വിജയൻ്റെ ജീവതാളം. ആ താളമടിയുടെ ഫലമാണിപ്പോൾ മകളും അനുഭവിക്കുന്നത്. ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. വീണയുടെ വീട്ടിൽ നിന്നും മുൻപ് കണ്ടെത്തിയ പണമിടപാടുകളുടെ കയ്യെഴുത്ത് കണക്കുകൾ എല്ലാം പിടികൂടി. ഏകദേശം 20 കോടി രൂപയുടെ ഇടപാടുകളാണ് ആ രേഖയിലുള്ളത്. കിട്ടിയ കാശിൽ നിന്നും ഏതാണ്ട് 85 ലക്ഷം രൂപയോളം ദുബായിലേക്ക് കൈമാറി. ഹവാല ചാനലുകൾ വഴി പണം കൈമാറിയതിൻ്റെ സൂചന ലഭിച്ചതായും പണം കൈപ്പറ്റിയവരുടെ പേരുകൾ, കൈമാറിയ തുക, ചെലവഴിച്ച തുക തുടങ്ങിയ വിവരങ്ങൾ കയ്യെഴുത്തു രേഖയിലുണ്ടെന്നും ED അറിയിക്കുന്നു. വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ദുബായിൽ നിന്നും പണം പിൻവലിച്ചതിൻ്റെ രേഖകളും ശേഖരിക്കുന്നുണ്ട്. അവിടെയാണെന്ന് തോന്നുന്നു മകൻ്റെ ബിസിനസ്. ഒരു കുടുംബം കൊള്ളസങ്കേതമായി മാറിയ കഥകൾ കേട്ട് കമ്മികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും തലയിൽ കൈവച്ചിരിക്കുകയാണ്. ഇത്രയൊക്കെ തെളിവുകളും വൃത്താന്തങ്ങളും പുറത്തു വന്നിട്ടും ഗോവിന്ദൻ്റെ കരച്ചിലാണ് കരച്ചിൽ. പാർട്ടിയെ തകർക്കാൻ വീണയെ കരുവാക്കുന്നു. ഇതാണ് ആ മനുഷ്യൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം കണ്ട കഥയിലെ വൃദ്ധനെ പോലെ ഇനി ഒരു 5 വർഷം കൂടി പിണറായി വിജയൻ കേരളം ഭരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? കേരളത്തിൻ്റെ കണ്ണായ ഭാഗങ്ങളെല്ലാം 2 മക്കൾക്കും കൊച്ചുമക്കൾക്കുമായി വീതം വെച്ച് കൊടുക്കുമായിരുന്നു. സെക്രട്ടേറിയറ്റും ക്ലിഫ് ഹൗസും എൻ്റെ മൂത്ത മകളായ വീണയ്ക്കെന്ന മട്ടിൽ ഒരു ഭാഗ ഉടമ്പടി തന്നെ ഉണ്ടാക്കിയെന്നിരിക്കും. പാർട്ടിയെ വീണ്ടും തെണ്ടാം ബക്കറ്റും കൊടുത്ത് തെരുവിലേക്ക് ഇറക്കി വിട്ടിട്ടാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്. എന്തൊക്കെ ഉടായ്പകളാണ് ഈ അച്ഛൻ്റെ മകൾ ചെയ്തു കൂട്ടിയത്. AKG സെൻറ്ററിൻ്റെ വിലാസത്തിൽ ബാംഗ്ലൂരിൽ പോയി തട്ടുകട പോലൊരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി. എന്നിട്ട് വീട്ടിലിരുന്ന് മാസപ്പടി വാങ്ങി കാശുണ്ടാക്കി. അച്ഛനോടൊപ്പം നാട് മുഴുവൻ ടൂർ അടിച്ചു.
അങ്ങനെ ഒരു കമ്പനി കൊണ്ടിരുന്നാലൊന്നും കോടീശ്വരിയാകില്ല എന്നറിയാവുന്ന മകൾ മറ്റൊരെണ്ണം കൂടി തുടങ്ങി, ലേക്കർ ഇന്ത്യ. കോഴിക്കോട് കേന്ദ്രീകരിച്ച് 2023 ആരംഭിച്ച സ്ഥാപനമാണിത്. 2 പേരാണ് പാർട്ണർമാർ. എന്നാൽ കൂടുതൽ അധികാരം വീണയുടെ പേരിലാണ്. ഔദ്യോഗിക രേഖപ്രകാരം സ്ഥാപനത്തിൻ്റെ വിലാസം രേഖപ്പെടുത്തിയ സ്ഥലത്ത് ഒരു ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. ഇടയ്ക്ക് ചിലർ നിഴൽ രൂപങ്ങളെപ്പോലെ വന്നു പോകാറുണ്ട്. എന്നാൽ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട GST നടപടികളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. നല്ലൊരു ഓഫീസോ ജീവനക്കാരോ ഇല്ലാതെ അടച്ചിട്ട മുറിയിലാണ് പ്രവർത്തനം. രാത്രിയാകുമ്പോൾ കടവാവലുകൾ ഈ മുറിക്കുള്ളിൽ നിന്നും പറന്നിറങ്ങും. അടച്ചിട്ട മുറിയിൽ ആഭിചാരമാണോ ദുർമന്ത്രമാണോ നടക്കുന്നതെന്ന് ആർക്കറിയാം. മാസപ്പടി കേസ് അന്വേഷിച്ച് വന്നപ്പോഴാണ് ലേക്കർ ഇന്ത്യ എന്ന പേരിൽ മറ്റൊരു തട്ടിക്കൂട്ട് സ്ഥാപനം കൂടി ഇവർക്കുണ്ടെന്ന് മനസ്സിലായത്. എന്നാലും അന്വേഷണം വന്നതോടെ ലേക്കർ ഇന്ത്യ കമ്പനിയുടെ പ്രധാന ഗേറ്റും ഗോപണിയും ഇന്നലെ അടച്ചുപൂട്ടി. എൻ്റെ മകൾ അവളുടെ അമ്മയ്ക്ക് കിട്ടിയ പെൻഷൻ കാശ് കൊണ്ടൊരു കമ്പനി തുടങ്ങിയതാണോ വലിയ തെറ്റായിപ്പോയത് എന്നായിരുന്നു അച്ഛൻ നിയമസഭയിൽ കൈമലർത്തിക്കൊണ്ട് ചോദിച്ചത്. എന്തൊരു ഉദാര മനസ്കനും നന്മ മരവുമാണ് ഈ പിണറായി വിജയൻ. റോബിൻ പട്ടിക്ക് ആഹാരം കൊടുക്കുമ്പോൾ മതിലിൽ വന്നിരിക്കുന്ന കാക്കകൾക്കും ഓരോ ഉരുള കൊടുക്കണേ മുരുകേശ എന്ന് ജോലിക്കാരനോട് പറഞ്ഞ പുള്ളിയാണ്. ഞാനിവിടെ ഭരിക്കുമ്പോൾ എനിക്ക് തരുന്നത് പോലെ എൻ്റെ കൊച്ചിനും വല്ലതും കൊടുക്കണേ കരിമണൽ കർത്ത എന്ന് പറഞ്ഞതിൻ്റെ ഫലമാണ് ഈ കിട്ടിയ മാസപ്പടിയൊക്കെ. സ്വന്തം മക്കളെ വെയിൽ കൊള്ളാതെയും മഴ നനയാതെയും തലയിൽ ചുമ്മി വളർത്തിയ ഈ അച്ഛനാണ് 13 വയസ്സ് മാത്രം പ്രായമുള്ള കുറേ പൂക്കാണ്ടി പിള്ളേരെ വിളിച്ച് ലാൽ സലാം സഖാക്കളെ പറഞ്ഞ് പിരികേറ്റി വിട്ടിരിക്കുന്നത്. അതിലൊരുത്തം പറയുന്നത് ഈ ചങ്കിലുണ്ട് ചെങ്കൊടി എന്നാണ്. പിണറായി വിജയൻ്റെ മക്കളുടെ ചങ്കിൽ ചെങ്കൊടിയെപ്പറ്റിയുള്ള ചിന്തയല്ല. പിണറായി വിജയൻ്റെ 2 മക്കൾക്കും ചങ്കിൽ ചെങ്കൊടിയെപ്പറ്റിയുള്ള ചിന്തയില്ല. കോടികളെപ്പറ്റിയുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. എന്തായാലും മകളുടെ അറസ്റ്റോടുകൂടി തന്നെയായിരിക്കും അച്ഛൻ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഒഴിയാൻ പോകുന്നത്. മരുമോൻ്റെ കാര്യമാണ് അതിലും കഷ്ടമായിരിക്കുന്നത്. എന്താ എൻ്റെ ഭാര്യയ്ക്ക് തൊഴിൽ ചെയ്ത് ജീവിച്ചുകൂടെ എന്നാണ് ഭർത്താവിൻ്റെ ചോദ്യം. ചെയ്യാമല്ലോ റിയാസേ, ഏത് തൊഴിലും ഏത് ഭാര്യമാർക്കും ചെയ്യാം. പക്ഷേ അച്ഛൻ്റെ ഭരണത്തിൻ്റെ ബലത്തിൽ പാർട്ടിയെ മറയാക്കി കമ്പനി തുടങ്ങി കണ്ടവനെ ഒതുക്കി കോടികളുണ്ടാക്കുന്ന ബിസിനസ് ആകരുത്.